നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷനാണ്. കേരള സംസ്ഥാന സഹകരണ വകുപ്പിന് കീഴിലുള്ള വിവിധ തസ്തികകളിലേക്ക് സ്ഥിര നിയമനത്തിന് കേരള സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഓൺലൈനായിട്ട് നവംബർ 11 വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്കും അപ്ലൈ ചെയ്യാൻ അവസരം ലഭിക്കട്ടെ. നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള സഹകരണ സർവീസ് പരീക്ഷാ ബോർഡാണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് കേരളത്തിലെ വിവിധ സഹകരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരുടെ 4 ഒഴിവുകൾ, അസിസ്റ്റന്റ് സെക്രട്ടറി 6 ഒഴിവ്, ജൂനിയർ ക്ലർക്ക് 88 ഒഴിവുകൾ, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ 6 ഒഴിവ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 4 ഒഴിവ്, ടൈപ്പിസ്റ്റ് 1 ഒഴിവ്, അങ്ങനെയാകെ 107 സ്ഥിര നിയമനത്തിനുള്ള ഒഴിവുകളാണെന്ന് കാര്യം മനസ്സിലാക്കുക. ഇതിലേക്ക് താല്പര്യമുള്ളതൊക്കെ നവംബർ 11 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും. നമുക്കിതിന് പ്രായം പറഞ്ഞിരിക്കുന്നത് 18 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ഏജ് റിലാക്സേഷൻ ബാധകമാണ്. SC കാരാണ് 5 വർഷവും, ഒബിസി നോൺ ക്രിമിനലുകാർക്ക് 3 വർഷവും, ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ആകെ 107 ഒഴിവുകളാണ് ഉള്ളത്. ഇനി നമുക്കതിൻ്റെ ക്വാളിഫിക്കേഷൻസ് നോക്കാം. സെക്രട്ടറി പോസ്റ്റിലേക്ക് ഡിഗ്രിയും അതോടൊപ്പം HDC അല്ലെങ്കിൽ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് അല്ലെങ്കിൽ MBA ഫിനാൻസ് ഇതൊക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതോടൊപ്പം അക്കൗണ്ടൻ്റായിട്ട് ഏതെങ്കിലും കോപ്പറേറ്റീവ് ബാങ്കുകളിലോ സൊസൈറ്റികളിലോ 7 വർഷത്തെ അക്കൗണ്ടൻ്റായിട്ടുള്ള പ്രവൃത്തി പരിചയം കൂടിയുള്ളവർക്ക് സെക്രട്ടറി പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അസിസ്റ്റൻറ്റ് സെക്രട്ടറി പോസ്റ്റിലേക്ക് ബിരുദവും 50% ബിരുദവും അതുപോലെ HDC അല്ലെങ്കിൽ JDC ഉള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക. അടുത്ത പോസ്റ്റ് ജൂനിയർ ക്ലർക്കാണ്. ജൂനിയർ ക്ലർക്ക് പോസ്റ്റിലേക്ക് വേണ്ട 10ാം ക്ലാസ് പാസ്. അതോടൊപ്പം JDC അല്ലെങ്കിൽ SSLCയും JDC ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ BCom കോർപ്പറേഷൻ അല്ലെങ്കിൽ BSc കോർപ്പറേഷൻ ബാങ്കിങ് അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലെ ഡിഗ്രിയും അതോടൊപ്പം HDC അല്ലെങ്കിൽ JDC ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. ജൂനിയർ ക്ലർക്ക് പോസ്റ്റിലേക്ക് ഏറ്റവും കൂടുതൽ പോസ്റ്റുകൾ ജൂനിയർ ക്ലർക്കാണ്. 88 ഒഴിവുകളാണുള്ളത്. അടുത്ത സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റിലേക്ക് MCA അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ്, IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതോടൊപ്പം 3 വർഷം ഉള്ള പ്രവൃത്തി പരിചയം സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും അതോടൊപ്പം ഡാറ്റ എൻട്രി കോഴ്സ് സർട്ടിഫിക്കറ്റും അതോടൊപ്പം 1 വർഷം ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ടുള്ള പ്രവൃത്തി പരിചയം ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്ക് SSLC പാസ്സായതിനു ശേഷം KGT ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലോവർ ടൈപ്പ് റൈറ്റിംഗ് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അപേക്ഷാ ഫീസ് 150 രൂപയാണ്. അഡീഷണലായിട്ട് ഓരോ ബാങ്കിലേക്ക് അപേക്ഷിക്കുന്ന 50 രൂപയുടെ കൊടുക്കേണ്ടതായിട്ട് വരും എന്ന കാര്യം കൂടി മനസ്സിലാക്കുന്നതിലേക്ക് താല്പര്യമുള്ളതൊക്കെ നവംബർ 11 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. https:/cscb.kerala.gov.in സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതിലേക്ക് താല്പര്യമുള്ളവർ നവംബർ 11 മുമ്പ് അപേക്ഷിക്കുക. അതുപോലെ ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടില്ല എന്ന് രേഖപ്പെടുത്തോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻ സബ്സ്ക്രൈബ് നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത്. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്.